മെക്സവൻ നമ്മൾ പരിശോധിക്കുകയാണ്. മുഹമ്മദ് ഷഹീദ് ഒപ്പം ചേരുന്നു. ഷഹീദ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ മെക്സവൻ? ഗുഡ് മോർണിംഗ് മോദി. മെക്സവനെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആധുനിക കാലത്ത് അല്ലെങ്കിൽ മാറിയ കാലത്ത് ജീവിത ശൈലി രോഗങ്ങൾ വളരെ കൂടുതലാണ്. അതിനുവേണ്ടി നമ്മൾ വിവിധങ്ങളായ വ്യായാമ പദ്ധതികളൊക്കെ ഉണ്ട്. യോഗ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നമുക്കുണ്ട്. നമ്മളത് പലരും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെല്ലാം 7ഓളം ഈ ഇത്തരം വ്യായാമ രീതികളെ അത് സംയോജിപ്പിച്ചുകൊണ്ട് ഒരു 21 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു വ്യായാമ രീതിയാണ് എല്ലാ ദിവസവും രാവിലെ ആളുകൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് നടത്തുന്നതാണ്. നമ്മളിപ്പോൾ ആ വിഷ്വലിൽ കണ്ടതുപോലെ പ്രത്യേക യൂണിഫോം ഒക്കെ ഇട്ട് ഒരു ബനിയനൊക്കെ ഇട്ട് ആളുകൾ എത്തി വ്യായാമം ചെയ്യുന്ന രീതിയാണ്. ഒരു പാരാമിലിറ്ററി ഉദ്യോഗസ്ഥനായി വിരമിച്ച ഒരു സലാഹുദ്ദീൻ മലപ്പുറം തുറക്കൽ സ്വദേശിയാണ് അദ്ദേഹമാണ് അത് 2012 അദ്ദേഹം ഇത് പ്രാഥമികമായി അവിടെ തുടങ്ങുന്നത്. ആ നാട്ടിലുള്ള പ്രദേശത്തുള്ള ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചത് നടത്തി. പക്ഷേ 2022 കോവിഡിന് ശേഷം കോവിഡ് മാറി വരുന്ന ആ സമയത്ത് കുറച്ച് വിപുലീകരിക്കാൻ തീരുമാനിച്ചു. പിന്നീട് 23-24 ആയപ്പോഴേക്കും ഇപ്പോൾ ഏറ്റവും നമ്മളിപ്പോൾ വാർത്ത നൽകുന്ന ഈ സമയമായപ്പോഴേക്കും അതിന് 2 വർഷത്തിനകം തന്നെ അതിന് ഏകദേശം 1000ഓളം യൂണിറ്റ് അത് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായി വളരെ പെട്ടെന്ന് വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇത് രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ വ്യായാമ പദ്ധതി തുടങ്ങുന്നത്. ആളുകൾക്ക് പ്രായഭേദമന്യേ ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കും ഒക്കെ അതിൽ പങ്കെടുക്കാൻ കഴിയും. അങ്ങനെ വലിയ തോതിൽ ആളുകൾ ഇങ്ങോട്ട് ആകർഷിക്കുന്ന സാഹചര്യമുണ്ടായി. വളരെ പെട്ടെന്ന് യൂണിറ്റുകൾ തുടങ്ങി. അങ്ങനെയാണ് ഈ പദ്ധതി പ്രവർത്തനം തുടങ്ങുന്നത്. പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങൾ, പ്രത്യേകിച്ചും പ്രമേഹം, കൊളസ്ട്രോൾ ഉൾപ്പെടെയുള്ള പ്രഷർ ഉൾപ്പെടെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് പരിഹാരം 2-3 മാസം ഈ വ്യായാമ പദ്ധതിയിൽ അത് സ്ഥിരമായി വ്യായാമം ചെയ്യുന്നതോടുകൂടി ഇത് പരിഹരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ രോഗം ഭേദമാകുന്നു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ആളുകൾ ഇതിലേക്ക് ആകർഷിക്കാനും നിരവധിയായ യൂണിറ്റുകൾ കേരളത്തിലുടനീളം തുടങ്ങാൻ അതിന് സാധ്യമായതുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു പദ്ധതിയാണ് ഇത്. അത് വ്യായാമ പദ്ധതി എന്നല്ലെങ്കിൽ അങ്ങനെ ഒരു കൂട്ടായ്മ അത് പിന്നീട് ഒരു ചെറിയ ഗ്രൂപ്പുകളായി മാറി യാത്രകൾ നടത്തുന്നു. ഇടയ്ക്കിടയ്ക്ക് അവർ സംഗമങ്ങൾ നടത്തുന്നു. അത്ര നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കണ്ടതുപോലെ വാർഷികങ്ങൾ, ഇതിൻ്റെ ഒരു വാർഷിക പരിപാടികളൊക്കെ നടത്തുന്നു. ആ രീതിയിലൊക്കെ അത് വികസിച്ച് വരുന്ന രീതി നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മലബാറിൽ, പ്രത്യേകിച്ചും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലൊക്കെ വളരെ പെട്ടെന്നാണ് ഇതിൻ്റെ വ്യാപനം ഉണ്ടായിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചത് 2012 മലപ്പുറം തുറക്കലിൽ സലാഹുദ്ദീൻ അത് തുടങ്ങിയെങ്കിൽ കൂടി 22 ശേഷം വളരെ പെട്ടെന്ന് ഇത് വ്യാപിച്ച് മറ്റിടങ്ങളിലേക്കൊക്കെ ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ 1000ഓളം യൂണിറ്റുകൾ ഇപ്പോൾ മലബാർ ജില്ലകളിൽ ഉണ്ട്. ഒപ്പം തന്നെ GCC രാജ്യങ്ങളിലും ചില സ്ഥലങ്ങളിലൊക്കെ മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ യൂണിറ്റുകൾ തുടങ്ങിയെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അത് ആളുകളെ കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയായി, ഒരു വ്യായാമ പദ്ധതിയായി ഇത് വികസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് പ്രാഥമികമായും ഈ മെക്സവനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്.